കോച്ച് പറയുന്ന കാര്യങ്ങൾ പലതും പ്രശ്നങ്ങളാണല്ലോ പറയുന്നത്. എല്ലാം ഒരു ഡബിൾ മീനിങ് ഉണ്ടെന്ന്. ഈ ഡബിൾ മീനിങ്ങിൽ പറയുന്നത് പണ്ട് തൊട്ടേ ഇങ്ങനെയാണോ? അതോ കുറച്ചൊക്കെ വേണോന്ന് വെച്ച് പറയുന്നതായിരിക്കില്ലേ? ഡബിൾ മീനിങ് അത് ഈ പറഞ്ഞ പോലെ നമ്മളിലെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, നർമ്മബോധം ഉം. ഉള്ളവർക്ക് അത് മനസ്സിലാവും. അവർ ആ സെൻസിൽ എടുക്കും. അതെ. തമാശയാണ്, ചിരിക്കും. ഇതൊക്കെ എന്ത് സീരിയസ്നെസ്. ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? സിനിമയിലാവുമ്പോ തിയേറ്ററിൽ ഇരുന്നത് കാണുന്നു, ചിരിക്കുന്നു, ഒരു പരാതിയും ഇല്ല. കാരണം സ്ക്രീനിലേക്ക് പറയാൻ പറ്റില്ലല്ലോ. തിയേറ്ററിൽ ഇരുന്ന് ഓളിയിട്ടിട്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ. അവിടെ ഒരു മീഡിയ ഇല്ലല്ലോ മറുപടി കൊടുക്കാൻ. വേണമെങ്കിൽ കാണാൻ പോവാ. ടിക്കറ്റ് ഇവിടെ ആകുമ്പോ നമുക്ക് ഇങ്ങനെ കുത്താലോ, മറുപടി കൊടുക്കാം, അഭിപ്രായം പറയാം, ഇതൊക്കെ ചെയ്യാം. അത് തെറ്റല്ല, ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അഭിപ്രായം പറയാം. അതിൽ ചിലപ്പോഴൊക്കെ ചിലവരൊക്കെ പറയുന്ന നല്ല കാര്യങ്ങളായിരിക്കാം, നമുക്ക് പറ്റിയ അബദ്ധങ്ങളായിരിക്കാം. ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കും. ചിലര് ശ്രദ്ധ കിട്ടാൻ എന്തിട്ടാലും എന്ത് നല്ലത് ചെയ്താലും ശ്രദ്ധ കിട്ടാൻ അതിനെ ഒന്ന് ആക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി. അപ്പൊ പറയണവനൊന്ന് ശ്രദ്ധിച്ചു. ഒന്നുമില്ലെങ്കിൽ ഒരു തെറി പറയാ, ഇവന് എന്ത് തെറിയ പറയണ, ഇത്രയും കാഠിന്യമുള്ള തെറിയോ, വാള് മോശമില്ലല്ലോ, അപ്പോഴും ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങനെ ശ്രദ്ധ കിട്ടാത്തവർക്ക് ശ്രദ്ധ കിട്ടാനുണ്ടാവുന്ന ഒരു വെമ്പല്, കമ്പാരിസം, അതുണ്ടാവും, സ്വാഭാവികമാണ്. അതിനിപ്പോ എന്താ പറയാ, ഒരു ദിവസം നിങ്ങൾ എന്നെ പോലെ ആയി വരും ഇതുപോലെയൊക്കെ നോക്കി ശ്രമിച്ച് ഞാൻ ഡബിൾ അടിക്കുമ്പോ നിങ്ങൾ ട്രിപ്പിൾ അടിക്കുക, അങ്ങനെയൊക്കെ കേറി വാ, അങ്ങനെയല്ലേ വരിക. അപ്പൊ ചിലവര് നല്ല ഉപദേശം തരും, അപ്പൊ നമ്മൾ സ്വീകരിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തണല്ലോ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവും. ലൈഫ് വിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇപ്പൊ അത് ബോച്ചെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അപ്പം ഈ ട്രസ്റ്റ് തുടങ്ങുന്നതിന് മുൻപും ശേഷമുള്ള ബോച്ചയ്ക്ക് വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാ? മുമ്പ് ഞാൻ ഒരു കഞ്ചൂസായിരുന്നു, പിശുക്കൻ. ഞാൻ എനിക്ക് വേണ്ടി മാത്രം, എൻ്റെ കുടുംബത്തിന് മാത്രം വേണ്ടി ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കി ജീവിക്കുക, അതൊന്നുമില്ല. പിന്നെ എന്തൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടും എന്നെ സംബന്ധിച്ച് ചെറിയ സ്കൂൾ തൊട്ടിട്ട് കാർ ഓടിക്കലും ഗേൾ ഫ്രണ്ട്സും അങ്ങനെ ആഗ്രഹിച്ചതൊക്കെ കിട്ടിയ വ്യക്തി ആയതുകൊണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലായി കുറെ കഴിഞ്ഞു. പാർട്ട് ഓഫ് ലൈഫ്. അങ്ങനെ ജീവിതം അടുത്ത് നിൽക്കുന്ന സമയത്താണ് വാട്ട് ഈസ് ലൈഫ്, വാട്ട് ഫോർ ലൈഫ്, എന്തപ്പോ ഇതിന്റെ അന്ത്യം അവസാനം. ഇങ്ങനെ ജനിക്കുന്നു, കുറെ തിന്നുന്നു, കിടന്നുറങ്ങുന്നു, എല്ലാവരും ഇങ്ങനെ ചത്തുപോകുന്നു, വീണ്ടും ഇങ്ങനെ പോകുന്നു. വണ്ടി ഇപ്പൊ എത്ര ലക്ഷം കോടി വർഷമായി ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് എവിടെ ആത്മാവോ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുമ്പോ ഇനിയിപ്പോ ഭൂമിയിൽ ഇപ്പൊ എന്നിട്ടിപ്പോ കാര്യമായിട്ട് ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യണം, അടുത്ത് തുടങ്ങി. ഒരു ഇതില്ല, വാട്ട് നെക്സ്റ്റ് എന്ന ചോദ്യം വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നിരാശ വന്നു തുടങ്ങി. അപ്പോഴാണ് ഈ മദർ തെരേസയുടെ പുസ്തകം വായിക്കാനും അതിൽ എന്നെ സ്പർശിച്ച ഒരു ഭാഗം, ചാരിറ്റിയിലൂടെയും സർവീസിലൂടെയും നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മടുക്കാത്ത ദ റിയൽ പ്യുവർ എൻഡ്ലെസ് ലവ്, സ്നേഹം, ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അതെനിക്ക് മണ്ടത്തരമൊക്കെ തോന്നി. ഈ മദർ തെരേസ അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നു, കൽക്കട്ടയിൽ കുഷ്ഠരോഗികളൊക്കെ ആയിട്ട് നടക്കുന്നു, പൊട്ടത്തരം എന്നൊക്കെ തോന്നിയെങ്കിലും കുറെ കഴിഞ്ഞ പിന്നെ ഇപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. കുറച്ച് ഈ ബിസിനസ് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ കുറച്ച് പേരെടുത്ത് നമ്മുടെ ലൈഫ് വിഷൻ ഹോമുകളിൽ പോറ്റാൻ തുടങ്ങി. 15 വർഷമായി കാണുന്നു തോന്നുന്നു, ഏകദേശം 14-15 വർഷം. വയനാട്ടിലുണ്ട്, മുമ്പ് ചെന്നൈയിലുണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. ബിസിനസിന്റെ ഒരു വിഹിതം അതിലേക്ക് ഇടുക, ആരിൽ നിന്ന് 1 രൂപ പോലും സംഭാവന വാങ്ങാതെ ചെയ്യുക എന്നൊക്കെയാണ്. അതിപ്പോ കോഴിക്കോടുള്ള ഹോം നമ്മൾ വയനാട്ടിലേക്ക് മാറ്റാൻ പോവാം. 1000 ബോച്ചെ 1000 ഏക്കറിലേക്ക് കുറെ അധികം പേരെ വെച്ചിട്ട് ചെയ്യാൻ പോവാം. അപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ ആയി വരുമ്പോഴേക്കും അതിനിടയ്ക്ക് നമ്മൾ വേറൊരു സഹോദരൻ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇവരെ വെച്ചിട്ട് മാസം മാസം അവരെ നോക്കാനുള്ള സംഖ്യ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ കാരണം 2 ആണ്. ഒന്ന്, നമ്മുടെ അടുത്ത് ഒരു ബ്രദർ വന്നിട്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞങ്ങൾക്ക് ശമ്പളം ഒന്നും വേണ്ട, പാവങ്ങളെ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കും, ഒന്നും വേണ്ട എന്നൊക്കെ വന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ താമസിച്ച് ഇവരെ നോക്കാൻ തുടങ്ങി.
1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആരാണ് പൈസ ഇല്ലാതെ ഇങ്ങനെ നോക്കുക പാവങ്ങളെ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സ്വമേധയാ പറഞ്ഞു, വേണ്ട സ്ത്രീ വേണ്ട, നിർബന്ധമായിട്ടും മാസം ഒരു സംഖ്യ തരാതെ നിങ്ങൾ വെക്കും. കാരണം അവർക്ക് ചിലവൊന്നുമില്ല, നമ്മുടെ എല്ലാ ചിലവും ഒക്കെ നമ്മളാണ്. എന്നാലത് വെക്ക്. അതും പോരാഞ്ഞിട്ട് അവരൊരു ചെറിയ മകളുണ്ട്, അവളുടെ പേരിൽ എൻ്റെയും കൂടെ എല്ലാ മാസവും ഒരു എമൗണ്ട് ഇടാം. അതിപ്പോൾ ഒരു 10-15 ലക്ഷം ആയിട്ടുണ്ട്. അതും ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു കടലാസ് വന്നു. അപ്പൊ ഞങ്ങളിത് മാറ്റാൻ നോക്കിയപ്പോൾ ഈ ബ്രദർ പറയാ, പറ്റില്ല, അങ്ങനെ മാറ്റുകയാണെങ്കിൽ എനിക്ക് ഇനി അവസരമില്ലെങ്കിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലുള്ള ഇത്രയും ലക്ഷങ്ങൾ 10-15 എന്ന് തോന്നുന്നു, 12 പോരാ, ഒരു ഭീമമായ എമൗണ്ട് ചോദിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു. അപ്പൊ എനിക്ക് പറ്റി, എനിക്ക് ബ്ലാക്ക് മെയിൽ ചെയ്താൽ നമ്മുടെ അടുത്ത് നടക്കില്ല, നമ്മൾ ചുട്ട മറുപടി കൊടുക്കും, ഒരാളെയും പേടിയില്ല. അങ്ങനെ നോക്കി അന്വേഷണം നടത്തിയപ്പോഴാണ് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 1 രൂപ പോലും സംഭാവന നൽകരുതെന്ന്. ഈ വ്യക്തി പലരിൽ നിന്ന് സംഭാവന വാങ്ങാൻ ഞാൻ അറിയുന്നില്ല. മാത്രമല്ല, ഒരു വ്യക്തി മരിക്കാറായ ഒരു വ്യക്തിയുടെ സ്ഥലം എഴുതി വാങ്ങിയെന്ന കേട്ടത്. അതിനിപ്പോ അന്വേഷണം നടക്കുന്നുണ്ട്. ഇയാള് ഭൂലോക ഫ്രോഡാന്ന് ഇപ്പോൾ അറിയുന്നത്. ഞാൻ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്, ഇപ്പൊ ഗ്യാപ്പ് കിട്ടാറില്ല തിരക്ക് വരുമ്പോ. അപ്പോ പുള്ളി അതൊരു കച്ചവടാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി അപകടം മണത്തു, ഇനി പ്രശ്നമാണ്. ചീത്തപ്പേര് മുഴുവൻ നമുക്കാണല്ലോ വരിക, നമ്മൾ എന്ത് നല്ലത് ചെയ്താലും. ഒഴിവാക്കാൻ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ വ്യക്തി പലരെയും വിളിച്ചുകൊണ്ട് ഓൺലൈനിൽ ഈ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോച്ച് ഇവരെ നോക്കുന്നില്ല, ഈ ഹോം നിർത്താൻ പോവുക, ഇവർ വഴിയാധാരാവും. അത് നിർത്തിയിട്ട് പറഞ്ഞാൽ പോരെ, നിർത്തി അവർ വഴിയാധാരാകുമ്പോൾ പറഞ്ഞാൽ പോരെ, ഇത് നിർത്തിയാൽ വഴിയാധാരാവും നിർത്തം. ഇപ്പം ഈ 15 വർഷം എത്രയോ പേരെ നോക്കി അവര് മരിച്ച് പോയി, അവിടെ താമസിച്ചിട്ട് 1 രൂപ വാങ്ങാതെ. ആ നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇയാൾ. മീഡിയയ്ക്ക് തെറ്റായ വാർത്ത. അല്ല എത്ര ലക്ഷം ഞാൻ ചെലവാക്കി, എത്ര കോടികൾ ചെലവാക്കി, അല്ല ഇയാളുടെ അക്കൗണ്ടിൽ എത്ര ലക്ഷം ഉണ്ട്, ഇയാളെ മകളെ പഠിപ്പിച്ചു, ഇതൊന്നും പറയാതെ ബോച്ച് ചെയ്ത് നിർത്താൻ പോവാണ്. ഇവരൊക്കെ വഴിയിൽ ഇറങ്ങേണ്ടി വരും. ഞാൻ അവരെ വഴിയിൽ ഇറക്കി വിടാം. കേൾക്കുന്നവർക്ക് അറിയാം, നാട്ടുകാർക്ക് ബോച്ച് എന്താ ചെയ്യുക, ഇത്രയും കാലം എന്ത് ചെയ്തു എന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുപ്രചരണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാം മീഡിയനെ വിളിച്ചിട്ട്, നമ്മളോട് വൈരാഗ്യം. അതായത് സ്റ്റാഫുകളായാലും പലരായാലും നമ്മളായിട്ട് തെറ്റി അല്ലെങ്കിൽ കട്ടുപിടിച്ചാൽ ഉടൻ ഏതെങ്കിലും ഒരു ഓൺലൈനിൽ ചെന്നിട്ട് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ കേട്ടാൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി 2 സൈഡും നിങ്ങൾ കേൾക്കണം. എന്നിട്ട് വേണം ഒരു മാധ്യമ പ്രവർത്തകൻ സത്യസന്ധമായിട്ട് അത് റിപ്പോർട്ടാക്കാൻ. അതാണ് ഒരു മാധ്യമ പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചാൻസ് കിട്ടുമ്പോൾ. ചിലർ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഒരു വലിയ പുവർ ഹോം ബോച്ചെ 1000 തുടങ്ങണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് ബിസിനസ്സുകാര് ഒരു സംഭാവന കൊടുക്കുക ഇതിനു വേണ്ടി എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബോച്ചെ ആളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതിന്റെ കുറെ വീഡിയോസും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ബോച്ചയ്ക്ക് കിട്ടുന്നത്? അല്ല, സത്യത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കാണോ അവർക്കാണോ കൂടുതൽ ഗുണം? ഇപ്പം ഞാൻ ഒരാൾക്ക് 1 ലക്ഷം കൊടുത്തു, അല്ലെങ്കിൽ ഒരു വീട് കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് സന്തോഷമാണ്. സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരെക്കാൾ സന്തോഷം, എനർജി, മുമ്പോട്ട് പോകാനുള്ള ആർജവം, കൂടുതൽ നമുക്ക് പ്രവർത്തിച്ച് വിജയിക്കാനും നേടാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ അങ്ങനെ വലിയൊരു എനർജി കെടുക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ കൊടുക്കും തോറും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് സമ്പത്തായാലും എനർജി ആയാലും സന്തോഷമായാലും സ്നേഹം. പൈസ കൊടുത്താൽ കിട്ടാത്തൊരൊറ്റ സാധനമുള്ളൂ, പ്യുവർ ലവ്. കിട്ടില്ല, ബാക്കിയൊക്കെ നമുക്ക് വാങ്ങാം, സ്നേഹം കിട്ടില്ല. അപ്പൊ നമ്മളെ ലക്ഷക്കണക്കിന് ആൾക്കാർ സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് സ്നേഹം തരിക. അത് 2 ജാതി ഫാൻസ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവും. ചിലർ കാണുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുക, ഒരു ജസ്റ്റ് ഒരു ഇത്. ചിലർ നമ്മുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ഉള്ളിൽ നമുക്ക് ആ ടച്ച് കിട്ടും, സ്നേഹം, ആ ഒരു ഫീല് നമുക്ക് കിട്ടും. അങ്ങനെ ഒരുപാട് പേരുണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സുഖം അത് കാശ് കൊടുത്താൽ കിട്ടില്ലല്ലോ. കാശ് കൊടുത്താൽ കിട്ടാത്തതും അധികം പേർക്കും കിട്ടാത്തതുമായ വ്യത്യസ്തം. അത് സന്തോഷമല്ലേ, ഇതൊരു ഭാഗ്യമായിട്ട് കരുതണം. ഏറ്റവും ഭാഗ്യമായിട്ടുള്ള സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക.